ആന്ധ്ര, ഒറീസ, ഹരിയാന എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മുറ ക്രോസിൽപ്പെട്ട 5 പോത്തുകുട്ടികൾ 18 മേനിയാണ് വില പറയുന്നത്. 18 മേനി വില പറയണു. എന്തെങ്കിലും ചെറിയ വ്യത്യാസത്തിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. ചെറിയ വ്യത്യാസത്തിൽ കൊടുക്കാം. ആന്ധ്ര, ഒറീസ, ഹരിയാന എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മുറ ക്രോസ്. കമ്പനിയുടെ പേര് എച്ച് നമ്പറുള്ള കന്നുകൾ കേട്ടോ. മുറ ക്രോസ് ആണ്. നല്ല ഇനത്തിൽപ്പെട്ട നല്ല കാൽപ്പൊക്കും നല്ല പവറുള്ള പോത്തുകുട്ടികളാണ്. ആന്ധ്ര, ഒറീസ, ഹരിയാന എന്നിവയിൽ കാണപ്പെടുന്ന മുറ ക്രോസ്. ലാസ്റ്റ് റേറ്റ് ആണ്. ആന്ധ്ര, ഒറീസ, ഹരിയാന എന്നിവയിൽ കാണപ്പെടുന്ന മുറ ക്രോസ് ആണ്. ചെറിയ വിലക്ക് കൊടുക്കും. ലാസ്റ്റ് ആ ചെറിയ വ്യത്യാസങ്ങൾ 18 മേനി നമ്മൾ വില പറയുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കൊടുക്കാം കേട്ടോ. ശരി. എത്ര ചോദിക്കണം? 42 അത് 2 പൂർവ്വ പറയുന്ന വില 25. സുഹൃത്തുക്കളെ, വാണിയംകുളം ചന്തയിലാണ് ഈ കാളക്കുട്ടി പോയിട്ടുള്ളത്. 13,500 നല്ല സൂപ്പർ കാളക്കുട്ടിയാണ്. അതുപോലെ ഈ 2 കുട്ടികൾക്ക് ചോദിക്കുന്നത് 42,000 ചോദിക്കുന്നത്. പക്ഷെ ഒരു 2 ചെക്കന്മാർ കൊണ്ടുപോയിട്ടുള്ളത് 35,000 രൂപക്കാണ്. അതുപോലെ ഇത് ഒന്ന് ചോദിക്കുന്നത് 18,000 രൂപ. ചോദ്യമാണ്, ഏകദേശം കുറയും ചോദ്യം. ഇത് നല്ലൊരു കാളവംകോലെ കാളക്കുട്ടികളില്. അതുപോലെ ഈ കാളക്കുട്ടി 2 പോയിട്ടുള്ളത് 35,000 രൂപക്ക്. നല്ല അടിപൊളി കാളക്കുട്ടിയാണ്. വെള്ള പുള്ളി ഫ്രണ്ട് ഭാഗമല്ലേ, അത് നല്ല സൂപ്പർ കിട്ടും. ഒന്നിന് ചോദിച്ചാൽ 15,000 രൂപയാണ് ഒന്നിന് ചോദിച്ചിരുന്നത്. 2 കൂടെ പോയിട്ടുള്ളത് കുറച്ച് വില റേറ്റ് ആയിട്ടുണ്ട്. 35,000 ആയിട്ടുണ്ട്. ചെക്കന്മാര് കമ്പത്തിൽ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. നല്ല സൂപ്പർ കാളക്കുട്ടികൾ വരലുണ്ട്. ഏകദേശം ഈ ആഴ്ച കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇന്ന് വന്നിട്ടുള്ളത്, ചെറിയ കുട്ടികൾ. അപ്പോൾ ഇതുപോലുള്ള കുട്ടികളെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ ഇതൊക്കെ നല്ല മൂരിക്കുട്ടി, നല്ല സൂപ്പർ കുട്ടികളാണ്. 25,000 ചോദ്യം. 2 കൂടെ നല്ല റേറ്റിൽ കമ്മിയാവും. ഏകദേശം ഒന്ന് ചെറിയ കുട്ടികള് ഈ ഒരു വലിപ്പത്തിലുള്ള കുട്ടികൾ കുറച്ച് കുറവാണ്. എല്ലാ ആഴ്ചയിലും നല്ല കുട്ടികൾ കാണാറുണ്ട്. ഇതുപോലുള്ള കുട്ടികളെ ആവശ്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യുക നമ്മളെ. അതുപോലെ ഇത് ചോദിക്കുന്നത് 28,000 റുപ്യാണ് ചോദിക്കുന്നത്. അത്യാവശ്യം വലിയൊരു കാളക്കുട്ടിയാണ്. പക്ഷെ അത്ര കണ്ടിട്ടില്ല. കണ്ട കുട്ടികളിൽ അത്ര ഗ്ലാമർ ഇല്ല. ഏകദേശം ഈ പോത്തുകുട്ടികളൊക്കെ നല്ല സൂപ്പർ പോത്തുകുട്ടികള് 33,000 മേനി ചോദ്യം. ലാസ്റ്റ് ചോദ്യം. ഏകദേശം നല്ല കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ 2 സബ്സ്ക്രൈബർ 2 പോത്തിനെ മേടിച്ചിട്ടുണ്ട് ഇവിടുന്ന്, ഏകദേശം ഈ ഒരു വലുപ്പത്തില്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. നല്ല ക്രോസ് ടൈപ്പ് പെരുന്നാൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ വലിയ പോത്തുകള്. ഏകദേശം ഈ ഒരു ലെവലിലുള്ളതൊക്കെ ചോദിക്കണേ 20-25 ഉള്ളിലാണ് ചോദിക്കുന്നത്. അതേപോലെ ഇത് ചോദിക്കണം 35,000 റുപ്യ ചോദിക്കുന്നത്. അതുപോലെ നമ്മളൊക്കെ നല്ല സജീവമായി കച്ചവടത്തിലുണ്ട്. ഈ വലിയ പോത്തുകൾക്ക് 50,000 45,000 ഇടയിൽ ചോദ്യം. ഇപ്പോൾ 40,000 കിട്ടുമെന്നുള്ളതാണ് ഈ ചോദിക്കുന്നത്. അവിടെ നിന്ന് തടി എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ നല്ല വലിയ പോത്താണ്. ഏകദേശം 50 റുപ്യ 55 റുപ്യ ചോദ്യം. കൈ ചെറുത് 50 ഉള്ളിൽ 45 ചോദ്യം. ഏകദേശം ഇത് നല്ലൊരു മുറ, ചെറിയ കൊമ്പ്. ഈ ഭാഗത്തുള്ളതൊക്കെ നല്ല ക്രോസ് കുട്ടികൾ, പെട്ടെന്ന് വളർന്ന ടൈപ്പില്. ഏകദേശം വലിയ പെരുന്നാൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടില്ല വലിയ കുട്ടികള്. പോത്തും കുട്ടികൾ അത്യാവശ്യം നല്ല കുട്ടികൾ വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു വലുപ്പത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇറച്ചി കയറും. ഏകദേശം ഈ കുട്ടികള് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതാണ്. നല്ല സൂപ്പർ കുട്ടികളാണ്, നല്ല വൃത്തിയുള്ള കുട്ടികളാണ്. 25,000 റുപ്യാണ് ചോദിക്കുന്നത്. ഏതായാലും ചോദിക്കുന്നതിൽ നിന്നൊക്കെ കമ്മിയാവും. നല്ല ആയകളുള്ള കുട്ടികളാണ്. ഇത് കമന്റ് അടിക്കുക, റേറ്റ് ഉണ്ടോ ഇല്ലതൊക്കെ. ഏകദേശം ഈ ഒരു കുട്ടി ചോദിക്കുന്നത് 29 രൂപയാണ് ചോദിക്കുന്നത്. കാള നല്ല സൂപ്പർ കുട്ടിയാണ്. അത്യാവശ്യം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലുതാവുന്ന തരത്തിലുള്ള മേനിയുള്ള ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ നോക്കിയാൽ
ഈ രണ്ടെണ്ണം പോയിട്ടുള്ളത്, ഈ രണ്ട് കുട്ടികൾ പോയിട്ടുള്ളത് 30,000 രൂപ കണ്ട് ചെക്കന്മാർ എടുത്തിട്ടുള്ളതാണ്. വില കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് കമന്റ് അടിക്കുക നിങ്ങൾ. നല്ല സൂപ്പർ കാളക്കുട്ടിയാണ്. ആ ഫ്രണ്ടിലെ വെള്ള പുള്ളിയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. കാളക്കുട്ടികള് ചെറിയ ചെക്കന്മാർ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തുള്ള പോത്തുകളെ കുറച്ച് വലിയ പോത്തുകള് 50 രൂപ. അതിൻ്റെ ഉള്ളിലുള്ള വലിയ പോത്തുകള്, ഏകദേശം പോത്തുകളൊക്കെ കൂടുതല് ചന്തയിൽ വരുന്നുണ്ട്. ഏകദേശം ഇനി ഒരു 5 മാസം 6 മാസം ഗ്യാപ്പ് വലിയ പെരുന്നാള് ആ സമയത്തേക്ക് വിൽക്കാൻ കണ്ട് ആളുകൾ ഒരുപാട് വാങ്ങുന്നുണ്ട്. വാണിയംകുളത്ത് നിന്ന് പ്രത്യേകത, ഒരു ഭാഗത്ത് നമ്മൾ വിചാരിച്ച പോത്തുകളൊന്നും ഇല്ലെങ്കിൽ മറുഭാഗത്ത് ഏതെങ്കിലും ഭാഗത്ത് നല്ല സൂപ്പർ കുട്ടികൾ ഉണ്ടാവും. നല്ല ക്രോസ് കുട്ടികൾ, പെട്ടെന്ന് വളരുന്ന ടൈപ്പിലുള്ള കുട്ടികൾ ചന്തയിൽ ഉണ്ട്. നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം ആവശ്യമുള്ള ആളുകൾ, ചെറിയൊരു വരുമാനം, ചെറിയ 2 പോത്തിനെ വളർത്തിയാൽ നിങ്ങൾക്കും വലിയൊരു സംഖ്യ ഉണ്ടാക്കാം. വലിയ പെരുന്നാൾക്ക് നല്ലൊരു ടൈമാണ്, വിറ്റ് പോവാം. ഇതൊക്കെ നല്ല ക്രോസ് കുട്ടികളാണ്. അത്യാവശ്യം ചെറിയ വിലക്ക് തന്നെ കിട്ടും. ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മുടെ 2 സബ്സ്ക്രൈബർ 2 പോത്തിനെ മേടിച്ചു കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ സജ്ജീകരണം ഒരുക്കുന്നതാണ്. 18,500 ഇവിടെ ചോദിക്കുന്ന വില. അത് നല്ല കുട്ടികളാട്ടോ, നല്ല ക്രോസ് കുട്ടികളാണ്, പെട്ടെന്ന് വളർച്ച വരുന്ന നല്ല കുട്ടികളാണ്. നല്ല ചെറിയ കൊമ്പും വലിയ കൊമ്പും അല്ലാത്ത രീതിയിലുള്ള ക്രോസ് കുട്ടികള്, നൈസ് തോലൊക്കെ ഉള്ള, ഇടനീളം കാൽപ്പൊക്കെ ക്ലിയർ ആണ്. നല്ല കുട്ടികൾ തിരഞ്ഞെടുക്കുക. അപ്പൊ ആർക്കെങ്കിലും ചെറിയൊരു വരുമാന രൂപത്തില് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഏർപ്പാടാണ് പോത്ത് വളർത്തല്. ചന്തയിൽ നിന്നാവുമ്പോൾ ചെറിയ കാശ് നമുക്ക് പോക്കറ്റിൽ ഇടാം. ഫാമിൽ നിന്നാവുമ്പോൾ കുറച്ച് കൂടുതൽ സമയം നമ്മൾ വളർത്തി വലുതാക്കേണ്ടി വരും. ചന്തയിൽ നിന്നാവുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള കുട്ടികൾ എടുക്കുകയാണെങ്കിൽ, മീന് കയറുന്ന വലുപ്പത്തിൽ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇറച്ചി കയറും. അപ്പൊ എല്ലാവരും നല്ല ബ്രീഡ് നോക്കി എടുക്കുക. ആവശ്യമുള്ള ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ചന്തയിൽ നിന്ന് നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. നല്ല കുട്ടികൾ, ഈ 2 കുട്ടികളൊക്കെ 21 ആ ലെവലിലൊക്കെ ചോദിക്കുന്ന പോത്തുകുട്ടികളാണ്. ഏകദേശം ചന്തയിൽ നിന്ന് നല്ല കച്ചവടം സജീവമായിട്ടുണ്ട്. നല്ല ബ്രീഡ് നോക്കിയെടുക്കുക. നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം പോത്ത് വളർത്തി വലുതാക്കിയാൽ ഉറപ്പായി നിങ്ങൾക്ക് ലഭിക്കും. കാളക്കുട്ടികളെ താല്പര്യമുള്ള ആളുകളെ ഒരു 6 മണി 6:30 സമയത്ത് പണികൾക്ക് എത്തുക. നല്ല സൂപ്പർ കുട്ടികൾ വരലുണ്ട്. ഇവിടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക. ആർക്കെങ്കിലും കന്നുകൾ ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ എടുത്തു കൊടുക്കുന്നതായിരിക്കും. നല്ല കുട്ടികളെ ചന്തയിൽ വരുന്നുണ്ട്. ഈ ദൂരത്തുള്ളതാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ്.